പുതിയൊരുവടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കല്ലുവിന്റെ പിറന്നാളാണ് അല്ലേ? ഹാപ്പി ബർത്ത്ഡേ. ട്യൂഷനൊക്കെ കഴിഞ്ഞ് വന്നതിന്റെ ക്ഷീണത്തില് കല്ലുവിന്റെ ലസസിന്റെ എക്സാം ഉണ്ട് മറ്റന്നാ അല്ലേ? നാളെ ശിവരാത്രിയാണ്. വീഡിയോ നമ്മൾ എന്നാ ഇടാന്നുള്ളത് അറിയില്ല. അപ്പൊ 27-ാം തീയതി LSSന്റെ എക്സാം ഉണ്ട്. അപ്പൊ അത് കാരണം കൊണ്ട് ക്ലാസ്സും ട്യൂഷനൊന്നും നമ്മള് മുടക്കിയിട്ടില്ല അല്ലെ പിറന്നാളായിട്ട്. അപ്പൊ പ്രത്യേകിച്ച് ഇവിടെ വലിയ ആഘോഷമൊന്നും ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് നമ്മളിപ്പോ വീട്ടിലേക്ക് പോവാന്ന് വിചാരിച്ചിട്ടുണ്ട്. നാളെ ക്ലാസ് ഇല്ലല്ലോ. ഇന്ന് പോയിട്ട് തന്നെ വരും നമ്മള്. ഇപ്പൊ സമയം ഒരു 7:30 ആയിട്ടുണ്ട്. അപ്പൊ ഇത് ഞങ്ങള് വീട്ടിലേക്ക് പോകുന്നത്. അപ്പൊ ഞങ്ങളുടെ ബർത്ത്ഡേ ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഇതാണ് കല്ലുവിന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ഗിഫ്റ്റ്. ഒട്ടും മോശമാക്കില്ലാട്ടോ. നമ്മൾ അപ്പളാണ് എടുത്തിട്ടുണ്ട്. കഴിച്ചേനുണ്ടായിരുന്നു ഓൾറെഡി. അപ്പൊ അതിപ്പോ കൊറേ ഭാഗാവുണ്ടായി. അപ്പൊ എന്തായാലും പിറന്നാളിന് ഞങ്ങള് മാറ്റി കൊടുക്കാന്ന് വിചാരിച്ചപ്പോ രണ്ടാൾക്ക് മാറ്റിണ്ട്. കല്ലുവിന്റെ ഈ മാസാണ് പിറന്നാള്, അക്കുണന്റെ അടുത്ത മാസാണ് പിറന്നാള്. ഓരോ മാസം വ്യത്യാസമുള്ളൂ. കല്ലു കുംഭമാസത്തിലും അക്കുണ മീനമാസത്തിലാണ്. അപ്പൊ അതിന്റെ ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പൊ എന്തായാലും ഒരാൾക്ക് ഗിഫ്റ്റ് മേടിക്കുമ്പോ ഒരുമിച്ച് തന്നെയാണ് രണ്ടുപേർക്ക് എപ്പോഴും വാങ്ങിക്കാറുള്ളത്. അപ്പൊ അങ്ങനെ തന്നെ ഞങ്ങള് ഗിഫ്റ്റ് ഒക്കെ വാങ്ങിച്ച് ഹാപ്പി ആയില്ലേക്കണോ? ഇഷ്ടായില്ലേക്കണോന്ന്? അക്കുണന്റെ ആദ്യത്തെ കഴിച്ചത് തന്നെ മതി. ഉർവശിയുടെ മോഡലായിരുന്നു കഴിച്ചത്. ഇപ്പൊ കുറച്ചും കൂടെ വലുതായില്ലേ. അപ്പൊ ഞങ്ങളിത് ഇപ്പൊ ഒരു പുതിയ മോഡലിൽ കഴിച്ചത്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. എന്നിട്ട് പേരൊന്നും എനിക്കറിയില്ല. അല്ലൊരു എന്തോ ഒരു പേരൊക്കെ അവര് പറഞ്ഞു. നല്ല ഉറപ്പുള്ളതാണ്, വലിയ കുഴപ്പമില്ല. പിന്നെ അവര് കണ്ടിന്യൂസ് ഇടണമെന്നില്ല. സ്കൂളിൽ പോകുന്ന സമയത്തൊന്നും അറിയില്ലല്ലോ. എന്തെങ്കിലും ഫങ്ഷൻസ് കാര്യങ്ങളുണ്ടാവും മാത്രമേ നമ്മളത് ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ കുഴപ്പമൊന്നുമില്ലാണ്ട് ഉപയോഗിക്കുന്ന വിചാരിക്കണം അല്ലേ? അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു പിറന്നാളിന്റെ വിശേഷം എന്ന് പറയുന്നത്. അപ്പൊ എന്തൊക്കെയാന്ന് ജസ്റ്റ് വീട്ടിൽ പോകണം. അവിടെ അമ്മയ്ക്ക് വയ്യാത്ത കാരണം ഇപ്രാവശ്യം ഇങ്ങോട്ട് വരണ്ടാന്ന് വിചാരിച്ചു. ഞങ്ങൾ അങ്ങോട്ട് പോവാന്ന് വിചാരിച്ചു അല്ലേ? അപ്പൊ അതായത് ഞങ്ങള് പോവാനൊക്കെ ആയിട്ട് റെഡി ആയി നിൽക്കുകയാണ്. അപ്പൊ ബാക്കി വിശേഷങ്ങൾ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. അപ്പോൾ തന്നെ ഞങ്ങൾ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി. അപ്പോൾ ഞങ്ങളിത് വല്ലച്ചിറ എത്തിയപ്പോൾ നമ്മുടെ തട്ടകത്ത് അമ്പലമാണ് ഇട്ടത് വല്ലച്ചിറ. അവിടെ ഭരണിയുടെ അടുത്ത ചൊവ്വാഴ്ച നമ്മുടെ കുംഭഭരണിയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരാഴ്ച മുന്നേ തൊട്ട് തന്നെ അവിടെ പ്രോഗ്രാമുകളുണ്ട്. ഇന്നെന്തോ തിരുവാതിരക്കളി അങ്ങനത്തെ പ്രോഗ്രാംസൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾ നേരെ അവിടെ കയറി അമ്പലത്തിൽ പ്രോഗ്രാമൊന്നും കാണാൻ നിന്നില്ല. നമ്മൾ ഓൾറെഡി ഇപ്പം തന്നെ നേരം വൈകിട്ടുണ്ടായിരുന്നു. അത് കാരണം കൊണ്ട് ഞങ്ങൾ നേരെ പിന്നെ വീട്ടിലേക്ക് തന്നെയാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ വല്ലച്ചിറ പാഴായി കൂടിയിട്ടാണ് ഞങ്ങൾ സാധാരണ ഇപ്പോൾ പോകാറുള്ളത് കേട്ടോ വീട്ടിലേക്ക്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പൂച്ചിനിപ്പാട കൂടി പോകുമ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ റോഡ് പണി നടക്കുന്നത് കൊണ്ട് ഫുള്ള് ബ്ലോക്കാണ് അവിടെ. അപ്പോൾ ഞങ്ങളിത് പാഴായി കൂടി പോകുമ്പോൾ നമ്മുടെ പാഴായി പാടത്ത് നല്ല അടിപൊളി ചായ കിട്ടുന്ന ഒരു സ്ഥലമുണ്ട്, മുത്തൂസ് ടീ ടൈം എന്ന് പറഞ്ഞിട്ട്. ഒരു 50ൻ്റെ അടുത്തോളം വെറൈറ്റി ചായകൾ കിട്ടുന്നുണ്ട്. ചെമ്പരത്തിയുടെ, ശംഖുപുഷ്പത്തിൻ്റെ, ബദാം, പിസ്ത, ഹോർലിക്സ് അങ്ങനെയൊക്കെ എന്തൊക്കെയോ പറഞ്ഞ കുറേ വെറൈറ്റി ചായകളുണ്ട്. ഹണി വിത്ത് ലെമൺ അങ്ങനെ ഒത്തിരി ചായകൾ അവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരു വൈകിട്ട് ഒരു 6 മണി തൊട്ടിട്ട് രാത്രി ഒരു 12 മണി വരെയാണ് കേട്ടോ അവിടെ ഉള്ളത്. തിങ്കളാഴ്ച ദിവസങ്ങളിൽ മുടക്കാണ്. അപ്പോൾ ഇവിടെ നിന്ന് ചായ കുടിച്ചിട്ടുള്ള ആരെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെന്ന് വെച്ചാൽ താഴെ നമ്മുടെ കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അടിപൊളി ടേസ്റ്റാണ് ചായക്ക്. ട്രൈ ചെയ്യാത്തവരുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഭാഗത്തുള്ളവരൊക്കെ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് പോയിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. അപ്പോൾ നിങ്ങൾക്കറിയാം ഞങ്ങൾ പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു ഇതുണ്ടോ എന്നുള്ളതൊക്കെ. ഇവിടെ ഭയങ്കര തിരക്കാണ് കേട്ടോ. നമ്മൾ ഫാമിലീസ് ആയാലും അതേപോലെ തന്നെ കുറേ പേര് പിള്ളേരുകളൊക്കെ കൂടിയിട്ട് വന്നിരുന്നു. വണ്ടിയുമൊക്കെ വന്ന് അവരൊക്കെ ചായ കുടിക്കാനൊക്കെ അവിടെ നമുക്ക് തന്നെ പാടത്തിൻ്റെ സൈഡായതുകൊണ്ട് ഇരിക്കാനും ചെയറും കാര്യങ്ങളൊക്കെ അവർ ഇട്ടിട്ടുണ്ട്. നല്ല അടിപൊളി സെറ്റപ്പായിട്ടാണ്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് ചായ കുടിക്കാനൊക്കെ നല്ല സൗകര്യമുള്ളൊരു ഇതാണ് കേട്ടോ. അക്കുണുവിനാണ് കല്ലുവിനെക്കാട്ടി ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇവിടെ നിന്ന് ചായ കുടിക്കാനായിട്ട്. അതേപോലെ തന്നെ ബജ്ജി, മുട്ട പുഴുങ്ങിയത് അങ്ങനത്തെ ഐറ്റംസൊക്കെയാണ് നമ്മളിവിടെ വരുമ്പോൾ കാണാനുള്ളത് കേട്ടോ. അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞ് ഞങ്ങൾ നേരെ നമ്മുടെ കല്ലുവിൻ്റെ പിറന്നാൾ ചെറിയ തോതിലൊന്ന് ആഘോഷിക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ പോവാണ് ഇവിടെ വീട്ടിൽ വെച്ച് ആഘോഷിക്കാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അമ്മ പറഞ്ഞു ഇപ്രാവശ്യം നീ അങ്ങോട്ട് വായോ എന്ന് പറഞ്ഞു, അമ്മയ്ക്ക് വയ്യാത്തത് കൊണ്ട്. അപ്പോൾ ഞങ്ങളിത് നേരെ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. വീട്ടിലെത്തിയപ്പോൾ അച്ചുവിൻ്റെ ഫ്രണ്ട്സ് എപ്പോഴും ഈ ഒരു ടൈമൊക്കെ ആകുമ്പോൾ ഒരു പിള്ളേരുകൾ കുറച്ച് നേരം ഇവിടെ വന്നിരിക്കാറൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ അവരും ഉണ്ടായിരുന്നു.
അപ്പോൾ അതേ അവരുടെ അടുത്തൊക്കെ ചേട്ടൻ വർത്താനം പറഞ്ഞിട്ട് നേരെ അകത്തേക്ക് കയറുകയാണല്ലോ. അപ്പോൾ അകത്ത് ചെന്നപ്പോഴാണ് നമ്മൾ ഞെട്ടിപ്പോയത്. ഒരു ചെറിയൊരു തോതിൽ ഒരു ഡെക്കറേഷനൊക്കെ ചെയ്ത് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബലൂൺ വീർപ്പിച്ച് വയ്യാണ്ടായിരുന്നാണ് അച്ചുവിൻ്റെ കൂട്ടുകാരെ പറയണ്ടായിരുന്നത് കേട്ടോ. വിഷ്ണു ആണത്. അപ്പോൾ അതേ അമ്മ ഹാപ്പി ബർത്ത്ഡേ പറയാനായിട്ട് ഓടി വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ചെറിയ തോതിലാണ്, നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. നമ്മളിങ്ങനെയൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ശരിക്കും ഞാനിവിടെ വന്നപ്പോൾ ഞെട്ടിപ്പോയിണ്ടായിരുന്നു. നമ്മളിങ്ങനെ അമ്മ വിളിച്ച് പറഞ്ഞു രാവിലെ നമുക്കിവിടെ ആഘോഷിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞു. പക്ഷേ ഇങ്ങനെയൊക്കെ ബലൂണൊക്കെ വീർപ്പിച്ച് ഇങ്ങനെ സെറ്റാക്കും എന്നുള്ളൊരു പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ചേട്ടനും പറഞ്ഞ് അടിപൊളിയായിട്ടുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ നിൽക്കായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ അടുക്കളയിലേക്ക് എന്താണ് ഇന്നത്തെ സ്പെഷ്യൽ നോക്കാനായിട്ട് ചെന്നപ്പോൾ ദേ അടിപൊളിയായിട്ട് മീൻ വറുത്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ പിറന്നാളിൻ്റെ സ്പെഷ്യൽ വൈകുന്നേരം ആയതുകൊണ്ടാണ് സദ്യയും കാര്യങ്ങളൊന്നും ആക്കിയില്ല. എന്തായാലും ചിക്കൻ ബിരിയാണി ആക്കാമെന്ന് വെച്ചാൽ അപ്പോൾ ബിരിയാണിയിൽ ഇടാനുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരിയും സബോളയൊക്കെ വറുത്ത് അവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ ബിരിയാണി സെറ്റാക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ കല്യാണി ഇതേ കല്ലുവിൻ്റെ ഗിഫ്റ്റ്, പിറന്നാളിൻ്റെ ഗിഫ്റ്റ് അമ്മാമ്മമാർക്ക് കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അമ്മാമ്മ അങ്ങനെ പിടിച്ച് നോക്കുകയൊക്കെയാണ്, എങ്ങനെയുണ്ട് അടിപൊളിയായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ കല്ലുവിൻ്റെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് അക്കുണുവിൻ്റെ കൈമേണ്ടുള്ള അക്കുണുവിൻ്റെ മാറ്റിയുണ്ടെന്ന് പറഞ്ഞപ്പോൾ വേഗം തന്നെ അമ്മ വന്നിട്ട് അക്കുണുവിൻ്റെ നോക്കായിരുന്നു. അപ്പോൾ അമ്മയ്ക്ക് ഇഷ്ടമായി, വേറെ മോഡൽ മതിയായിരുന്നു എന്നാണ് അമ്മയുടെയും അഭിപ്രായം. കുറച്ചും കൂടെ ഇതാവായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, ഇതാകുമ്പോൾ കുറച്ചും കൂടെ ബലമുണ്ട്, പെട്ടെന്ന് പൊട്ടൊന്നുമില്ല. ഇവരെ പിള്ളേരുകളല്ലേ, സ്ഥിരമായിട്ട് ഇടണില്ലെങ്കിൽ കൂടി നമ്മൾ ഇടയ്ക്ക് വല്ലപ്പോഴും ഇട്ടാലും തന്നെ അവരതിൻ്റെ പണി ചിലപ്പോൾ കഴിച്ചു തരും. ബബുലു എപ്പോഴാ വന്നേ? നാളെയാ? തന്നെയാ? അപ്പോൾ ബബുല് നമ്മുടെ മാമൻ്റെ താഴെയുള്ള മാമൻ്റെ മോളുടെ രണ്ടാമത്തെ കുട്ടിയാണ് കേട്ടോ. അപ്പം അത് പഴുത്ത ചക്കയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ചുള വറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞങ്ങൾ കഴിച്ച് പിന്നെ നേരെ നമ്മൾ കേക്ക് കട്ട് ചെയ്യാനായിട്ട് നിന്നു. അപ്പോൾ ഇത് അമ്മുവിൻ്റെ 2 കുട്ടികളാണ്. അപ്പോൾ അവരുണ്ടായിരുന്നു. പിന്നെ കല്ലും അക്കൗണ്ടും പിന്നെ ഞങ്ങളും വലിയ കാര്യം നമ്മൾ മാത്രം തന്നെ ഉണ്ടായിരുന്നുള്ളൂ. വലിയ കാര്യമായിട്ടുള്ളൊരു ആഘോഷമല്ല, എന്നാലും അവരെ സംബന്ധിച്ച് അവർക്കത് പിറന്നാളൊക്കെ ആഘോഷിക്കുക എന്ന് പറയുമ്പോൾ കുട്ടികളെല്ലാം അവർക്കത് ഭയങ്കര ഒരു ഇഷ്ടമുള്ള കാര്യമാണ്. അതേപോലെ ഗിഫ്റ്റ് കിട്ടുക എന്നൊക്കെ പറയുന്നത് ഒക്കെ പൊതുവേ ഇഷ്ടം കൂടുതലുള്ളതാണ്. അപ്പോൾ അതായത് ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുത്ത്. അപ്പോൾ ബബുലു നോക്കിയിരിക്കേണ്ടത് ബബുലിന് എപ്പോഴാണ് കേക്ക് കിട്ടുക എന്നുള്ളതിൽ ഞങ്ങൾ ബബുലു എന്നാണ് കേട്ടോ വിളിക്കുക. ശരിക്കും പേരെന്താണെന്നുള്ളത് ഞാൻ ശരിക്കും മറന്നുപോയി. ഞങ്ങളിങ്ങനെ പേര് വിളിച്ചിട്ട് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒറിജിനൽ പേരെന്താണെന്നുള്ളത് പലപ്പോഴും നമ്മൾ മറന്നു പോകും. ആര് പെട്ടെന്ന് പേര് ചോദിച്ചാലും ചിലപ്പോൾ നമ്മൾ വീട്ടിൽ വിളിക്കുന്ന പേരായിരിക്കും കൂടുതലായിട്ട് നമ്മൾ പറയുക. അപ്പോൾ അതേ അവർക്ക് കേക്കൊക്കെ കൊടുത്ത് കല്ലുവിനാണെങ്കിൽ നാണവും വരുന്നുണ്ട്, സന്തോഷമുണ്ട്, അങ്ങനത്തെ ഒരു ഇതിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ കല്ലുവിന് ഈ ഒരു ഡ്രസ്സാണ് നമ്മൾ പിറന്നാളിന് ഇട്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ. അത് പിറന്നാളിന് മുന്നേ തയ്ച്ചൊരു ഡ്രസ്സായിരുന്നു. പക്ഷേ എനിക്ക് പിറന്നാളിന് തയ്ച്ച ഡ്രസ്സിനെക്കാട്ടും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇതാണ്. കല്ലുവിനായാലും കൂടുതൽ ഇഷ്ടമായിരുന്നു. അപ്പോൾ ഇതന്നെ മതി എന്ന് പറഞ്ഞിട്ട് കല്ലു ഈ ഡ്രസ്സ് തന്നെ എടുത്ത് ഇട്ടിട്ടിരിക്കണം. അപ്പോൾ അച്ഛൻ്റെ ഫ്രണ്ട്സും എല്ലാവരും കൂടി ഉള്ളത് കൊണ്ട് തന്നെ ഒരു ഓളം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മളൊട്ടും പ്രതീക്ഷിക്കാത്ത ഒരു പിറന്നാളാഘോഷമായിരുന്നു. നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ ഉള്ളൊരു ധാരണയിലാണ് ചെന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവിടെ ചെന്നപ്പോഴാണ് അവരിങ്ങനെ ബലൂണൊക്കെ വീർപ്പിച്ച് കെട്ടി നല്ല അടിപൊളി സെറ്റാക്കി വെച്ചപ്പോൾ എനിക്കും ഒരുപാട് സന്തോഷമായി. കല്ലുവിനും അക്കുണനും എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിട്ട്. നമ്മളിങ്ങനെ ആവുമെന്നുള്ളൊരു പ്രതീക്ഷ നമുക്കില്ലാത്തത് കൊണ്ട് പെട്ടെന്ന് അങ്ങനെ കാണുമ്പോൾ ഒരു കൂടുതൽ സന്തോഷം ഉണ്ടാവുമല്ലോ. ഈ ഒരു ഗിഫ്റ്റ് അച്ഛൻ്റെയും അപ്പൂൻ്റെയും വക കല്യാണിക്കുള്ളതല്ല കേട്ടോ. അവരുടെ അച്ഛനും അമ്മയ്ക്കും വെഡ്ഡിങ് റിങ് എടുത്തതാണ് അവർ അച്ഛനും അപ്പവും കൂടിയിട്ട്. അപ്പോൾ അത് സർപ്രൈസായിട്ട് ചെയ്തത് കൊണ്ട് തന്നെ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ഇതിൻ്റെ ഇടയിൽ അവൻ കൊടുത്തതാണ്. ഞാനറിഞ്ഞിട്ടില്ല. അങ്ങനെ കൈയിട്ട് വരാം. ടെൻഷൻ അടിക്കുന്ന ഒരാളുണ്ട്. ബബുള് എന്നിട്ട്
റൊമാൻസ് ആയി വന്നത് സമ്മതിച്ചില്ല. പാകാണ് ആ ചെറുവരല് മാറ്റിയിട്. ബാബനുന്റെ കണ്ടിരിക്കണ കേറില്ല. ഇടവേലിട്ടാ നല്ല ഡേറ്റാ. കഴിക്കേണ്ട വരും നലമ്പിയാ മതി. അല്ലേ? സെറ്റായില്ലേ? ആ ഇടവേലിട്ട സെറ്റ് ആയിരിക്കും. നോക്കണ്ട. അടിപൊളിയുണ്ട്. എപ്പോഴും ഇപ്പൊ ഏതൊക്കെ എവിടെയാ വന്നു. ഭയങ്കര ചൊറച്ചല്ലേ? അങ്ങനത്തെ കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് നേരെ നമ്മളിതിന് ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ വൈകിട്ട് സമയം കുറച്ച് ലൈറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മ നല്ല അടിപൊളി ചിക്കൻ കറിയും അതേപോലെ തന്നെ ബിരിയാണിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മയ്ക്ക് വയ്യാത്ത കാരണം ഇപ്രാവശ്യം അവിടെ കൂടാന്ന് പറഞ്ഞിട്ടാണ് അമ്മ അങ്ങോട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അമ്മ ഇങ്ങനെ ഇത്ര ഗ്രാൻഡ് ആക്കിയിട്ട് കല്ലുവിൻ്റെ പിറന്നാൾ ആഘോഷിക്കുന്നുള്ള ഒരു പ്രതീക്ഷ എനിക്ക് ഉണ്ടായിരുന്നില്ല. എന്തായാലും നമുക്കും സന്തോഷം, അമ്മയ്ക്കും സന്തോഷം. നമുക്കങ്ങനെ ഉണ്ടാക്കി തരുമ്പോൾ അമ്മയ്ക്ക് കൂടുതൽ സന്തോഷമാണ്. അപ്പോൾ അതങ്ങനെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ പിള്ളേർക്ക് ഭക്ഷണം കൊടുത്തു. അവർ ഭക്ഷണം കഴിച്ചതിന് ശേഷം അച്ഛനും ചേട്ടനും അച്ഛൻ്റെ കൂട്ടുകാരന്മാരും എല്ലാവരും കൂടി ഇരുന്നത് അപ്പൂൻ്റെ അച്ഛൻ്റെയും കൂട്ടുകാരന്മാരാണ് കേട്ടോ. ഇവർ ചെറുതായിരുന്ന സമയം തൊട്ടേ അറിയുന്നവരാണ്. നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള കുട്ടികൾ തന്നെയാണ്. അപ്പൂൻ്റെ അച്ഛൻ്റെയും കൂടെ അപ്പൂൻ്റെ ഫ്രണ്ട്സാണ് കൂടുതൽ. അപ്പോൾ അപ്പു ഇവിടെ ഇല്ലയുടെ പുറത്താണ്, ഇതുവരെ തിരിച്ച് വന്നിട്ടില്ല അവൻ. ഇപ്പോൾ 2 വർഷമൊക്കെ അയാൾ പുറത്ത് പോയിട്ട് ഏകദേശം വരാറായിട്ടുണ്ടെന്നുള്ളൊരു എന്ന് വിളിക്കുമ്പോൾ പറയാം അടുത്ത മാസം വരുന്നൊക്കെ, ഇതുവരെ എത്തിയിട്ടില്ല. അപ്പോൾ ഇവരെ നമുക്ക് അങ്ങനെ അറിയാവുന്നതുകൊണ്ട് ഇവർ സ്ഥിരം നമ്മുടെ വീട്ടിൽ കുറച്ച് നേരമൊക്കെ വന്നിരുന്ന വർത്താനമൊക്കെ പറഞ്ഞിട്ടാണ് പോവുക. അപ്പോൾ അങ്ങനെ അവരും ഉണ്ടായിരുന്നു ഭക്ഷണം കഴിക്കാനായിട്ട്. അങ്ങനെ അവർക്ക് എല്ലാവരും കൂടി ഭക്ഷണം കഴിച്ചപ്പോൾ ഒരു ചെറിയൊരു പിറന്നാൾ ആഘോഷിച്ച ഒരു സന്തോഷം കല്ലുവിനുണ്ടായി, നമുക്കുണ്ടായി. ഒട്ടും പ്രതീക്ഷിക്കാതെ വന്നതുകൊണ്ട് കൂടുതലൊരു സന്തോഷം ഉണ്ടായിരുന്നു. അങ്ങനെ തന്നെ ഞങ്ങൾ ഇനിയിപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. ഇപ്പോൾ ഒരു 11 മണി ടൈമൊക്കെ ആയി. നമ്മുടെ വരവും പോക്കും മിക്കതും ഇങ്ങനെ തന്നെയാണ് കേട്ടോ. വൈകുന്നേരം വരും, ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ച് കഴിയുമ്പോൾ എല്ലാവരും കൂടി ഒന്ന് കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. നിൽക്കൽ വളരെ കുറവാണ് വീട്ടിൽ. വന്ന് ഇങ്ങനെ രാത്രി വരും, രാത്രി തന്നെ പോവും. അങ്ങനെയാണ് കൂടുതലായിട്ട് ഉണ്ടാവാറ്. ഇങ്ങനെ വന്ന് പോകുമ്പോൾ നമുക്കും സന്തോഷം, അവർക്കും സന്തോഷം. നമ്മൾ പിന്നെ ഇടയ്ക്കിടയ്ക്ക് വരും, അത് കാരണം കൊണ്ട് വലിയൊരു വിഷമം കാര്യങ്ങളൊന്നും ഉണ്ടാവാറില്ല. അങ്ങനെ നമ്മളിതേ പാഴായി പാടത്തെത്തിയപ്പോൾ നമ്മുടെ മുത്തുവിൻ്റെ ചായക്കടയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ സമയം ഒരു 11 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും നല്ല തിരക്കുണ്ട്, ഫാമിലീസ് ഉണ്ട്. അതേപോലെ തന്നെ വെറുതെ പുറത്തിറങ്ങി ചായ കുടിക്കാനൊക്കെ വരുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അങ്ങനത്തെ ചേട്ടൻ്റെ ചായ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ചേട്ടൻ്റെ ഹണി വിത്ത് ലെമൺ അങ്ങനെ എന്തോ ചായയാണ് ചേട്ടൻ വാങ്ങിച്ച് കുടിക്കേണ്ടതുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ചായ ഓർഡർ ചെയ്തിട്ടുണ്ട്. തിരക്ക് കാരണം കിട്ടിയിട്ടില്ല. അപ്പോൾ അത് കിട്ടട്ടെ. അടിപൊളി ചായയാണ് കേട്ടോ. നിങ്ങൾ എന്തായാലും ഇതിൽ കൂടെ പോകുമ്പോൾ ഒന്ന് കയറി ചായ കുടിച്ചോളൂ. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതേപോലെ തന്നെ ഫേസ്ബുക്കിലാണ് കാണുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പേജ് ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ വീഡിയോനെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ താഴെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തോളൂ. മറ്റൊരു വീഡിയോയുമായി കാണുമ്പോഴേക്കും എല്ലാവർക്കും ബൈ.